Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞു? ഇല്ല. prayer ഇല്ലേ? Okay, please. Yes. prayer ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രയറോട് കൂടി ക്ലാസ്. Yes. Prayer. എങ്ങുമെങ്ങും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചേതിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. Good afternoon, ma'am. Okay, once again, good afternoon to all. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Anything in? Anything else? Please. മാം Yeah. മാം എനിക്കൊരു ഡൗട്ട്. മാം വൈവ ഒരു ദിവസം എല്ലാവർക്കും ഒരുമിച്ചാണോ മാം വൈവ? വൈവയുടെ ഇൻസ്ട്രക്ഷൻസ് തരാം. വൈവ നിങ്ങൾക്ക് 9th സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. 9 ഓൺവേർഡ്സ് ആണ് വൈവ. എല്ലാവർക്കും ഒരു ദിവസം വൈവ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് സ്ലോട്ട് വരുന്നത്. ചിലപ്പോൾ അത് 2 കുട്ടികൾക്കാകാം, 3 പേർക്കാകാം, 4 പേർക്കാകാം, ചിലപ്പോ 10 പേർക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. ഇംഗ്ലീഷ് ഒഴിച്ച് മറ്റു ടീച്ചർമാരുണ്ടല്ലോ, ആ ടീച്ചേഴ്സിന്റെ അവർ ഫ്രീ ആയിട്ടിരിക്കും. കാരണം എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഉള്ള സമയമാണല്ലോ. അങ്ങനെ ഫ്രീ ആയിട്ട് വരുമ്പോൾ അവരവരുടെ ടൈം കൺവീനിയൻസ് അറിയിക്കും. ആ ടൈമിലാണ് സ്ലോട്ട് എടുക്കുന്നത്. ഇനി സ്ലോട്ട് ഇടുന്ന സമയത്ത് എന്തായാലും തലേ ദിവസം അല്ലെങ്കിൽ 2 days ബിഫോർ സ്ലോട്ട് വരും. മൺഡേ ആണെങ്കിൽ സാറ്റർഡേ ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേന് സ്ലോട്ട് വരും. അപ്പൊ മൺഡേ ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും. അപ്പൊ നോക്കുക ആ ദിവസമാണ് ഉള്ളതെങ്കിൽ സമയവും ഏത് ടീച്ചറാണെന്ന് നോക്കുക. ഓരോ ടീച്ചർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഗൂഗിൾ മീറ്റ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടീച്ചർ ഏതാണോ ആ ടീച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ഉണ്ടാവും. ആ ഗൂഗിൾ മീറ്റിലാണ് കയറേണ്ടത്, ക്ലാസ് റൂമിന്റെ ലിങ്കിലല്ല, എക്സാമിന് തന്ന ലിങ്കിലും അല്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ആ ടീച്ചറുടെ പേരിലൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് വെയിറ്റ് ചെയ്യും. ആ സമയമാകുമ്പോൾ 10 minutes ആണ് വൈവ. പിന്നെ ആ ഒരു ടൈമില് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ ടീച്ചർ അത്രയും സമയം വെയിറ്റ് ചെയ്യില്ലേ, വരും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ കുട്ടി വരില്ല, വേറൊരാൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്ന സ്ലോട്ട് ആയിരുന്നു കാണും. അതും ആരും അങ്ങനെ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. വൈവ തീരാനും വൈകുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു ജെനുവിൻ ആയിട്ടൊരു റീസൺ ഉണ്ട്. ആ ഒരു ടൈമിൽ പറ്റില്ല. ചിലപ്പോൾ പകല് വേറെ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവരുണ്ടാവുമായിരിക്കും. അവിടെ നിന്നുകൊണ്ട് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അതായത് റീസൺ ആണെങ്കിൽ അത് ഇൻഫോം ചെയ്യുക. വൈവയുടെ സ്ലോട്ട് ഇടുന്ന ഒരു മാമിന്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ മാമിനെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. എനിക്കൊരു മെസ്സേജ് അയച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഒരു കോൺടാക്ട് ചെയ്യുക. ആ ഒരു ടൈമിൽ എന്താണ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒന്ന് മാറ്റിത്തരും.
അല്ലെങ്കിൽ വേറെ ദിവസം ചിലപ്പോൾ അന്നേ ദിവസം തന്നെ ടൈം രാത്രിയിലേക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ മാറ്റി തരും. അതിനെ കുറിച്ചോട്ടൊന്നും ബോധർ ചെയ്യണ്ട. പക്ഷെ ഒന്ന് ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം ഒരാളെ ഇടാനും പറ്റില്ല. ടീച്ചർ ആ ടൈം മുഴുവൻ അവിടെ വെറുതെ ഇരിക്കണം അല്ലെ. അതുകൊണ്ടാണ് അത് മറക്കാതെ ഒന്ന് ചെയ്യാം. എന്നെ പേഴ്സണലി അറിയിച്ചാലും മതി, അല്ലെങ്കിൽ വൈവയുടെ മിസ്സിനെ അറിയിച്ചാലും മതി. പിന്നെ വൈവയ്ക്ക് നിങ്ങൾ ഡിപ്ലോമ സ്റ്റുഡൻസും ഉണ്ട്, PG സ്റ്റുഡൻസും ഉണ്ട് അല്ലെ. ഡിപ്ലോമ PG സ്റ്റുഡൻസിന് സബ്ജക്ട് കോമൺ എന്നതുപോലെ തന്നെ വൈവയിലെ 5 സെഷൻസ് കോമൺ ആണ്. PGക്കാർക്ക് ഒരു എക്സ്ട്രാ ഒരു സെഷനും കൂടി ഉണ്ടാകും, ഒരു സെക്ഷനും കൂടി ഉണ്ടാവും. അത് സെമിനാർ ആണ്. ക്ലാസ്സില് PGയുടെ ക്ലാസ്സിൽ സെമിനാർ എടുത്തവരുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ സെമിനാർ അഥവാ PGയുടെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റാത്തവര്, റെക്കോർഡ് ക്ലാസ് ഒക്കെ കയറുന്നവർക്ക് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവര് വൈവയ്ക്ക് വരുമ്പോ ഒരു 2 minutes നിങ്ങൾ ഏത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നല്ല പോലെ പ്രിപ്പയർ ചെയ്തിട്ട് വൈവ ടൈമിൽ 2 minutes ഒന്ന് ബ്രീഫ് ചെയ്യണം. ഓക്കെ. ഇനി സെമിനാർ എടുത്തവരോടാണെങ്കിൽ ടീച്ചർമാർ ചിലപ്പോൾ ചോദിക്കും ഏത് ടോപ്പിക് ആണെന്നുള്ളത് ചോദിച്ചാൽ പറയാൻ പറ്റണം. ക്ലിയർ ആയോ? PGക്കാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വൈവയുടെ സെക്ഷൻസ് ഒന്ന് പറയാം. നമുക്ക് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് 100 മാർക്സിൽ ഒരു സെക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനാണ്. 5ാമത്തെ റെക്കോർഡ് റിലേറ്റഡ് ആണത്. അപ്പൊ പ്രാക്ടിക്കലിന് കുറേ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മുഴുവനും ആ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് നല്ല പോലെ ഒന്ന് തറവായിരിക്കുക. 100 മാർക്കാണ് അവിടെ വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഒരു ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നല്ലപോലെ പറയാനായിട്ട് അറിയണം. അതാണ് മോണ്ടിസോറി അപ്പാരറ്റസ് എന്നുള്ള സെക്ഷൻ വരുന്നത്. ഇനി ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നും പറഞ്ഞിട്ട് 100 മാർക്കിന്റെ ഒരു സെക്ഷൻ കാണാം. ഇതില് ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്സും പ്ലസ് വൈവ എന്ന് പറയുന്നത് ഓവറോൾ വൈവയിലെ പെർഫോമൻസ്, ബോഡി ലാംഗ്വേജ്, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ്, നമ്മൾ കൊളോക്കിയലായിട്ട് സംസാരിക്കാതെ നല്ല രീതിയിലുള്ള ലാംഗ്വേജ്, പിന്നെ കാര്യങ്ങൾ ഓരോന്ന് പ്രസന്റ് ചെയ്യുന്ന രീതി, അതിനാണ് ബാക്കി 50 മാർക്സ്. അങ്ങനെയാണ് അവിടെ 100 മാർക്സ് വരുന്നത്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയവരും ഉണ്ടാകും, പോകാത്തവരും ഉണ്ടാകും. അതിനെ കുറിച്ച് ഓർത്ത് ബോധരയുണ്ട. കാരണം വെച്ചാല് വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വൈവ ടൈമില് നിങ്ങളോടൊരു ക്ലാസ് റൂം ഇമാജിൻ ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതായിട്ട് ഡെമോ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം. 50 മാർക്സിൽ ആ മാർക്ക് അവിടെ വരും. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരോട് പോയതിന്റെ ഫീഡ്ബാക്കും അവിടെ കൊടുത്ത ആക്ടിവിറ്റീസും ഡീറ്റെയിൽസും എല്ലാം ചോദിക്കും. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കും. മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞതിന് ശേഷം അവരുടെ ടീച്ചിങ് മെത്തേഡിൽ ഉണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ റെക്കോർഡ്സ്, നമുക്ക് 5 റെക്കോർഡാണ് ഉള്ളത് അല്ലെ. 5 റെക്കോർഡും ഓരോ റെക്കോർഡിനും 20 മാർക്ക് വീതമാണ്. ഈ 5 റെക്കോർഡും സ്റ്റോറി റൈം ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ റെക്കോർഡിനെയും ബേസ് ചെയ്ത് ചോദിക്കും. 100 മാർക്ക് അവിടെ റെക്കോർഡിനുള്ള ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 100ലായിരിക്കും അതിന്. നെക്സ്റ്റ് അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അസൈൻമെന്റ്സിന് എല്ലാത്തിനും 50 മാർക്സ് ആണ്. സർവേക്കാണ്, സർവേ നിങ്ങളൊരു റിപ്പോർട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം കൂടി ചേർന്നിട്ടാണ് ബാക്കി 50. അങ്ങനെ ടോട്ടൽ 100 വരുന്നത്. അപ്പൊ അസൈൻമെന്റ് നിങ്ങൾ എന്താ പറയാ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്തു, മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ വൈവയ്ക്ക് വരുമ്പോൾ നമ്മളെ റാൻഡം ആയിട്ട് അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അസൈൻമെന്റിന് കൊടുത്ത എഫേർട്ട് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് അസൈൻമെന്റ് നമുക്ക് ഇടും. പിന്നെ സർവേ റിപ്പോർട്ട് നിർബന്ധമല്ല, റിപ്പോർട്ട് ചെയ്ത് കറക്റ്റ് മിനിമം 5 പേരെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് 50 മാർക്സിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുക്കുന്നത്. അതല്ല സർവേ ചെയ്തിട്ടില്ലെങ്കിൽ 0 മാർക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഒരു സർവേയിലെ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കും. അപ്പൊ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ഒരു 20ൽ താഴേക്ക് അവിടെ വരുള്ളൂ. കാരണം സർവേ ചെയ്ത് റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് 40 above മാർക്ക് പോകുള്ളൂ. അല്ലാത്തവർക്ക് ചെയ്യാത്തവർക്ക് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് അതാണ്. പിന്നെ ടീച്ചിങ് എയ്ഡ്സ്, നമ്മൾ കുറേ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, പിങ്ക് ടവറിന്റെ റിപ്ലിക്ക, കളർ ടാബ്ലറ്റ്സ്, പിന്നെ പിക്ചർ വീൽ, നമ്പർ വീൽ,
ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, വേർഡ് റീഡിംഗ് കാർഡ്. അങ്ങനെ നിങ്ങൾ ചെയ്ത മെറ്റീരിയൽസിന്റെ വെച്ചിട്ട് അതിന്റെ മാർക്ക് ഇടും. ഇപ്പൊ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്, മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കുക. വൈവയ്ക്ക് മുമ്പ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, ടേബിളിലോ ബെഡിലോ നിലത്തോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് അതൊന്ന് ബാക്ക് ക്യാം ഓൺ ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇനി അഥവാ ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സെൽഫി ക്യാമറ ഫ്രണ്ട് ക്യാം വെച്ച് തന്നെ കാണിക്കാവുന്നതാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ കാണിക്കും. ഇത്രയാണ് ഡിപ്ലോമക്കാർക്കും പി ജിക്കാർക്കും കോമൺ ആയിട്ട് വരുന്ന സെക്ഷൻസ്. 500 ഔട്ട് ഓഫ് 5 സെക്ഷൻസ് ഉണ്ട്, അതിൽ 100 മാർക്ക് വെച്ച് 500 മാർക്ക് വരും. ഇനി സെമിനാർ ഞാൻ പറഞ്ഞു പി ജിക്കാർക്ക് മാത്രമുള്ളതാണ്. ആ സെമിനാർ പ്രസന്റ് ചെയ്യണം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തവരുടെ മാർക്ക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇട്ട് പോയിട്ടുണ്ട്. അല്ലാത്തവർക്ക് വൈവ സമയത്ത് 2 മിനിറ്റ്സ് ബ്രീഫ് ചെയ്യാം. എന്ത് തന്നെ ആയാലും അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിലേക്ക് ഉണ്ടാകണം. വൈവ സമയത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് ടൈം കൂടെ തരുവാണ്. കാരണം എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ടെസ്റ്റിലെ സെമിനാർ എന്ന് പറഞ്ഞ മാർക്ക് നല്ല മാർക്ക് കാണും. അത് കാണുമ്പോൾ അവർ ചോദിച്ചാൽ നമുക്ക് റിപ്പോർട്ട് എടുത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് ഇല്ലെങ്കിൽ കോഴ്സിനെ ഒതന്റിസിറ്റി അവർ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് ചുമ്മാ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ മാർക്ക് ടെസ്റ്റ് കിട്ടി എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തതാണല്ലോ. അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ട് ക്ലാസ്സിൽ ചുമ്മാ സെമിനാർ എടുത്തതും റിപ്പോർട്ട് എഴുതി വെച്ചു. നമുക്ക് നമ്മുടെ ബയോഡേറ്റയിൽ കൊടുക്കാലോ. ഇന്ന ടോപ്പിക്കിൽ ഞാൻ സെമിനാർ എടുത്തിട്ടുണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഫൈൽ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യല്ലേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. മാം, ഈ സെമിനാർ ചെയ്യത്തില്ലേ, അത് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ. അപ്പൊ അതെങ്ങനെയാ റിപ്പോർട്ട് എങ്ങനെ എഴുതുന്ന, അതെങ്ങനെ റിപ്പോർട്ട് എഴുതുന്ന എനിക്ക് മനസ്സിലായില്ല. പി ജിയുടെ ക്ലാസ്സിലാണോ ജോഫി സെമിനാർ എടുത്തത്? അല്ലല്ല മാം, ഡിപ്ലോമയുടെ ക്ലാസ്സിലാ. ആ, ഏത് ടോപ്പിക് ആയിരുന്നു? മറ്റേ എയർ പൊല്യൂഷൻ. ഞാൻ 2 സെമിനാർ എടുത്തിട്ടുണ്ട്. ഒന്ന് ആതിര മാമിന്റെ ക്ലാസ്സിൽ ആസിഡ് പ്രസിപ്പിറ്റേഷന്റെയും, പിന്നെ അപർണ മാമിന്റെ ക്ലാസ്സിൽ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം 2 സെമിനാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാന് നമ്മുടെ വൈവ സെക്ഷനിലെ സെമിനാർ എന്ന് പറയുന്നത് പി ജിക്കാർക്കുള്ളതാണ്. പി ജിയുടെ ടോപ്പിക് റിലേറ്റഡ് ആണ് സെമിനാർ എടുക്കട്ടെ, മനസ്സിലായോ? അത് എങ്ങനെ മാം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാ, അത് എങ്ങനെ ഉദ്ദേശിച്ചേ? സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മള് സർവേയുടെ റിപ്പോർട്ടിന്റെ ഞാനൊരു ഫോർമാറ്റ് തന്നില്ലേ, അതേപോലെ ചെയ്താൽ മതിയോ? അതേപോലെ തന്നെ ഫ്രണ്ട് ഷീറ്റ്, പിന്നെ ഇൻട്രൊഡക്ഷൻ, ആ ഒരു കണ്ടൻസ്, പിന്നെ സെമിനാറിന്റെ ആ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട് സെമിനാർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ കിട്ടും ഒരു റിപ്പോർട്ട്, സെമിനാർ റിപ്പോർട്ടിന്റെ ഒരു. അത് നമ്മൾ എഴുതി വെച്ചിട്ട് അത് നമ്മൾ എഴുതി വെച്ചിട്ട് അതുപോലെ പറഞ്ഞാൽ മതിയോ? എങ്ങനെയാ ഉദ്ദേശിച്ചത്? സെമിനാർ അതുപോലെ പറയാൻ പറ്റില്ല. 2 മിനിറ്റ്സ് അല്ലേ ക്ലാസ്സിലല്ലോ, വൈവ ടൈമിലല്ലേ പറയണേ. വൈവ ടൈമിൽ 2 മിനിറ്റ്സ് ബ്രീഫ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ ഒരു കണ്ടന്റ് ഒന്ന് പറഞ്ഞാൽ മതി. കണ്ടന്റ് പറയണം, പക്ഷെ അത് പറയുമ്പോ വെറുതെ നോക്കി വായിക്കുന്ന പോലെയൊക്കെ ആയി കഴിഞ്ഞാൽ മാർക്ക് അതിനനുസരിച്ചേ ഇടുള്ളൂ. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ അത്ര കോൺഫിഡന്റ് ആയിരിക്കണം ആ സബ്ജക്റ്റിനെ കുറിച്ച്. നമ്മളത് ബ്രീഫ് ചെയ്യുമ്പോൾ നമ്മൾ ചുരുക്കി ഒരാളോട് പറയുവാണ്. അപ്പൊ അത് കേൾക്കുന്ന ഒരാൾക്ക് ആ അത്രയും ബ്രീഫ് ആണെങ്കിൽ കൂടിയും കാര്യം മനസ്സിലാകണം. ആ രീതിയിൽ ബ്രീഫ് ചെയ്യണം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തവർക്ക് വൈവ ടൈമിൽ ചെയ്യണ്ടല്ലോ മാം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തവർക്ക് വേണ്ട, പക്ഷെ ചിലപ്പോൾ വൈവയ്ക്ക് ഇരിക്കുന്ന ടീച്ചറുടെ ചോദിക്കും എന്ത് ടോപ്പിക്കാണ് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയണം. കാരണം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതാണല്ലോ. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. വൈവ ടൈമിൽ വേണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് വെക്കണം. മറ്റേ അല്ലാതെ ക്ലാസ്സുകളിലെ സെമിനാറുകൾ ക്ലാസ് സെമിനാർസ് ആയിട്ട് എടുത്തു പോയതല്ലേ, അത് നിങ്ങളൊരു റിപ്പോർട്ട് ആക്കി വെക്കുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്കത് നമ്മളുടെ ഒരു പ്രൊഫൈൽ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ബയോഡേറ്റയിൽ എഴുതാം, അതർ അച്ചീവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുമല്ലോ ബയോഡേറ്റയിൽ. അപ്പൊ അവിടെ നമ്മൾ എഴുതാം സെമിനാർസ്, ഈ ഒരു ടോപ്പിക്കിലൊക്കെ ഞാൻ സെമിനാർ എടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ മാം, നമ്മൾ ഇന്റേൺഷിപ്പിന് പോയ മാർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അവിടെ നിന്ന് തന്ന സീലും ഒന്നും ചെയ്യണ്ട, PROയോ ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി ഞാനിങ്ങനെ കഴിഞ്ഞു. അപ്പൊ അവർ അയച്ചു തരാൻ പറയുവാണെങ്കിൽ അയച്ചു എന്റെ കോപ്പി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് സബ്മിഷൻ ഒന്നും ഇല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
കളർ ടാബ്ലറ്റ് പ്രൈമറി കളർ ഓർ സെക്കൻഡറി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയോ? അത് അപർണ മിസ്സല്ലേ പറഞ്ഞേ കളർ ടാബ്ലറ്റ്സ് ചെയ്യാനായിട്ട്. ടീച്ചർ ഏതാ രണ്ടും ഉദ്ദേശിക്കണോന്ന് എനിക്ക് അറിയില്ല. എന്താണ് എന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മാം തന്ന ലിസ്റ്റില് കളർ ടാബ്ലറ്റ്സിനേ ഉള്ളൂ, രണ്ടും കൂടി പറഞ്ഞിട്ടില്ല, പക്ഷെ രണ്ടും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡറി മാത്രം ചെയ്താൽ തന്നെ അതിലും പ്രൈമറി കളേഴ്സ് വരുന്നില്ലേ? വരുന്നുണ്ട്, പക്ഷെ സെക്കൻഡറിയിലെ മുഴുവൻ കളറും നമുക്ക് കിട്ടുന്നില്ല, അതാ പ്രശ്നം. ഗ്രേ ഷെയ്ഡാണോ ഉദ്ദേശിച്ചത്? ഗ്രേ ആരൊക്കെയോ പറഞ്ഞല്ലോ ഗ്രേ ക്ലാസ്സിൽ. ജോഫി പറഞ്ഞതുപോലെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര ഇതാണ് പെൻസിൽ ഉപയോഗിച്ച് കട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട്. പെയിന്റ് ഉപയോഗിച്ചത് ഞാൻ പെയിന്റ് പർപ്പിൾ കളറും ഉണ്ട്. പർപ്പിൾ കളർ കിട്ടാനും നിങ്ങൾ കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? വന്നിട്ട് ഞാൻ അങ്ങനെ ഗ്രേ കളർ വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് ഗ്രേ കളർ ഉണ്ടാക്കി, പെയിന്റ് വാങ്ങിയിട്ട് അങ്ങനെ ഗ്രേ കളർ യൂസ് ചെയ്തത്. നിങ്ങള് പിങ്ക് ടവർ നിങ്ങൾ വന്നപ്പോഴേക്കും പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നോ? പിങ്ക് ടവർ നിങ്ങൾ വന്നപ്പോ പിങ്ക് കളർ തന്നെ ആ പിങ്ക് കളർ ഉണ്ടാക്കിയതാ. വൈറ്റ് കളറില് പിങ്ക് റെഡ് കളർ മിക്സ് ചെയ്തിട്ട്, അതായത് എന്താണ് പറയാ, ഒരു 10 ml ബോട്ടിലായിരുന്നു. 10 ml അല്ലേ? 10 ml ബോട്ടിൽ 15 ml ബോട്ടില് 7 എണ്ണം എന്തോ എടുത്തു. അതില് 10 ഡ്രോപ്പ് തുള്ളി റെഡ് ഇട്ടിട്ടാണ് ആ പിങ്ക് കളർ നമുക്ക് കിട്ടിയത്. ഞാൻ പണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റും റെഡും യൂസ് ചെയ്തിട്ട് പിങ്ക് ആയിരുന്നു യൂസ് ചെയ്ത്, പിങ്ക് കേക്കായിരുന്നു എല്ലാം. നല്ല പിങ്ക് കിട്ടില്ലേ? പക്ഷെ നമ്മള് ശ്രദ്ധിക്കേണ്ടത് റെഡ് വളരെ കുറവേ എടുക്കാൻ പാടുള്ളൂ. ഒരു 120 ml ഞാനൊരു 12 ഡ്രോപ്സ് എന്നാണ്ട് എടുത്തിട്ടുള്ളൂ. 10 ml ഒരു തുള്ളി എന്നുള്ള കണക്കിലാണ് റെഡ് പോയത്. അപ്പൊ അത് നല്ല ഫൈൻ പിങ്ക് ആയിട്ട് തന്നെ കിട്ടി. പിന്നെ ഈ ഗ്രേ കളർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കൂടുതലും ബ്ലാക്ക് കുറവും അങ്ങനെയല്ലേ എടുത്തേ ഗ്രേ കളർ തന്നത്? അപ്പൊ അങ്ങനെ എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രേ കളർ കിട്ടും. പർപ്പിളും കിട്ടും. പർപ്പിളിന് കളർ പേപ്പർ യൂസ് ചെയ്തത് കളർ പേപ്പർ വാങ്ങാൻ കിട്ടുമല്ലോ. കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാ കളറും അവൈലബിൾ അല്ല, അതാ പ്രശ്നം. നമ്മള് A4 ഷീറ്റിന്റെ വൈറ്റില് സ്കെച്ച് അടിച്ചിട്ടാണ് ബാക്കിയുള്ള കളേഴ്സ് ഞാൻ ആക്കിയത്. വൈറ്റ് A4 ഷീറ്റ് ചെയ്തു, വന്നിട്ട് അതില് കളർ അടിച്ചു കൊടുത്തു. ബ്രൗണ്, പിങ്ക്, അങ്ങനെ 2-3 കളേഴ്സ് അങ്ങനെ ചെയ്തു. കളർ പേപ്പറിൽ കുറെ കളർ കിട്ടും. പിന്നെ ഇതുപോലെ കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അതെ, മിക്സ് ചെയ്തുണ്ടാക്കും, പക്ഷെ കളറ് എന്റെ അടുത്ത് ഇല്ല. മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു അക്രിലിക് കളേഴ്സ് വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്യണം. വൈറ്റ് എന്തായാലും വേണം. വൈറ്റില് പിങ്ക് ഒക്കെ റെഡ് മിക്സ് ചെയ്താൽ കിട്ടും. അങ്ങനെ നമുക്ക് എപ്പോഴും ഡാർക്ക് കളേഴ്സ് കുറവെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കളർ ഭയങ്കര ഡാർക്ക് ആയിപ്പോയി. ഡാർക്ക് കളർ കുറവെടുക്കുന്നത് കിട്ടാൻ എന്താ ചെയ്യാൻ എനിക്ക് അറിയായിരുന്നു. എന്താ ഈ A4 ഷീറ്റിന്റെ മുകളില് പർപ്പിൾ കളറിലുള്ള യാണൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ വീട്ടിലൊക്കെ ഉണ്ട്. അങ്ങനത്തെ യാണ് നമ്മള് പശ വെച്ചിട്ട് അതിന്റെ മുകളില് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റൂലേ? അങ്ങനെ ചെയ്യാനും മതി. ചില സാരി ഫോളൊക്കെ വാങ്ങിക്കുമ്പോ ആ യാൺ അതുപോലെ തന്നെ കിട്ടും. ചിലപ്പോ കളർ അത് തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പൊ അതുപോലെ നമ്മൾ ആക്കി എടുത്താലും മതി. പറഞ്ഞത് കറക്റ്റ്. ട്രൈ ചെയ്യൂ. ഫിനിഷ് ചെയ്യാവുന്നതൊക്കെ ഫിനിഷ് ചെയ്ത് വെക്കൂ. വൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യണം. നേരത്തെ തന്നെ ഇൻഫോം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ടീച്ചർ അത്രയും നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്നെ സ്മാർട്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച വൈവയ്ക്ക് റെഡിയാണെന്ന് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവര് വിളിച്ച് ചോദിക്കും എന്തായാലും. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് മലയാളത്തില് പറയാൻ പറ്റും വൈവ അറ്റൻഡ് ചെയ്യുമ്പോ? നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആൽഫബറ്റിക് ഓർഡർ ആണോ? കൊളോക്കിലായിട്ട് സംസാരിക്കരുത് എന്നേ ഉള്ളൂ. ആൽഫബറ്റിക്കൽ ഓർഡർ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ സുറുമിയല്ലേ പറഞ്ഞ, സുറുമിയെ വിളിച്ചു എന്ന്. ടെസ്മിനെ കാണിച്ചോളൂ. ഞാൻ കാണുമായിരുന്നു, അപ്പോഴാണ് ഡൗട്ട് ചോദിച്ചേ. കളർ ടാബ്ലറ്റ്സ് അല്ലേ കാണിച്ചേ? ഓക്കെ മാം. എങ്ങനെയാണ്? കളർ പേപ്പർ ആണോ? അതെ, കളർ പേപ്പറും ഉണ്ട്, A4 ഷീറ്റ് പേപ്പറും ഉണ്ട്. സൈഡില് മറ്റേ പേപ്പർ ടാപ്പ് ഇല്ലേ, അത് വെച്ചിട്ട് ഒന്ന് മാത്രമേ.
ഇത് ഓറഞ്ച്. green, white, black. ഇതാന്നൊരു പർപ്പിള് ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചതാണ് വൈറ്റില്. അതുപോലെ എല്ലാം വൺ സൈഡ് ആണോ? എങ്ങനെ? അല്ല ടു സൈഡ് തന്നെയാണ്. ടു സൈഡ് തന്നെയാണ്. പക്ഷെ ഇത് പെൻസിൽ വെച്ച് ചെയ്ത് കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അത് ഗ്രേ ആയില്ല. പിന്നെ പിങ്ക്, ബ്രൗൺ. ഇതൊക്കെ കളർ ചെയ്യുമായിരുന്നു അല്ലെ? ബ്രൗണും പിങ്കും ഒക്കെ കളർ ചെയ്തു. ബാക്കിയുള്ള കളർ പേപ്പേഴ്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രൈമറി കളേഴ്സ് വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വലിപ്പത്തിൽ ചെയ്തു. ഓക്കെ. നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യൂ. നോ ടെൻഷൻ. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഒരു ക്ലൈമറ്റ് തന്നെയാണ് അവിടെ ഉണ്ടാവുക. പിന്നെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. വളരെയധികം പ്രൈവസി ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും. നോ റെക്കോർഡിംഗ് ഒന്നുമില്ല. ആ ടീച്ചർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നടക്കുന്നത് അവിടെ മറ്റുള്ളവരോട് പറയുമോ അങ്ങനെയൊന്നുമില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടീച്ചേഴ്സ് മാർക്ക് ഇടും മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലിന് വന്നപ്പോ വൈവ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇനി വിളിക്കില്ലല്ലോ വൈവയ്ക്ക്? ഇല്ല, ആ ലിസ്റ്റ് ആ വൈബ് ഇടുന്ന ആ മാമിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്തായാലും അത് നോക്കിയിട്ടേ എടുക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ എവിടം വരെയായി? ലാസ്റ്റ് ക്ലാസ്സിലൂടെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞോ? യെസ്. ലാസ്റ്റ് ക്ലാസ് എവിടെയായിരുന്നു? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞോ? മിസ്, അതിലെ ഡെവലപ്മെന്റ് ഓഫ് വില്ലില്ലേ, അതിലെ 2 സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എടുക്കണം. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഡെവലപ്മെന്റ് ഓഫ് വില്ല്, പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് വില്ല്. പവർ ഓഫ് അറ്റൻഷൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് വില്ല് റെപ്പിറ്റേഷൻ എന്നുള്ളത് കഴിഞ്ഞു എന്നാണ്. അതിൽ കൂടുതലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? സോ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ അങ്ങനെ എടുക്കണ്ടേ? ലോ ഓഫ് വർക്ക് പറഞ്ഞു, പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, ദെൻ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡെവലപ്മെന്റ് ഓഫ് വിൽ, ആ സെൽഫ് ജനറേറ്റ് ചെയ്തത് 3 സ്റ്റേജസിലൂടെയാണ് ആ ഡെവലപ്മെന്റ് പോകുന്നതിനാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ്
വരെ ആ ഫസ്റ്റ് സ്റ്റേജ് കൂടെ ചേർത്തിട്ട് ഇൻട്രൊഡക്ഷനും കൂടെ ചേർത്തിട്ട് ആരെങ്കിലും റീഡ് ചെയ്യാമോ? അത് പറഞ്ഞു. അത് പറഞ്ഞു. ഡെവലപ്മെന്റ് സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ തൊട്ടിട്ടുണ്ട്. വില്ല് ഡെവലപ്പ് ചെയ്യാൻ 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് റെപ്പിറ്റേഷൻ, അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ അവർ പല തവണ അത് ചെയ്യുന്നുണ്ട്. എത്ര ടൈംസ് വേണമെങ്കിലും ചെയ്യാൻ അവർക്കൊരു മടുപ്പില്ല. ഈ റെപ്പിറ്റേഷൻ ആണ് ഇവരെ പെർഫെക്റ്റ് ആക്കുന്നത്. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ പലതവണ അവരത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം അവർക്ക് അതിന്റെ ഒരു കൺട്രോൾ കിട്ടും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ, ജഗ്ഗിൽ നിന്നും വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ടൈം അവർ ചെയ്തപ്പോൾ കുറേ വെള്ളം സ്പിൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷെ രണ്ടാമത് അവർ ചെയ്യുമ്പോൾ ഓർക്കും, അന്ന് ഞാൻ ചെയ്തപ്പോൾ ഇത്രയും വെള്ളം പോയി, അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും അവരുടെ ആ വെള്ളം പുറത്തേക്ക് തുളുമ്പി പോകുന്നത് കുറയും. അവർ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവും. അവർ ചെയ്യുന്ന ആക്ഷൻസിൽ അവർക്കൊരു കൺട്രോൾ വരും. ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. Yes. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into the second stage, in the development of the will that itself. Discipline as a way of life. In the stage, the child makes his own decision in his activity and obtain the responsibility as he makes conscious, creative use of his capacities and understand the responsibility. This leads him to self-knowledge and self-possession. For example, in a simple pouring exercise, he pours all the beans into a jug, knowing that he should not spill any beans in the tray, and yet accepting the result with the responsibility by picking the spilled beans into the jug and putting it back on the shelves before going to another activity. So second stage, that is development of self-discipline. നമ്മൾ പറഞ്ഞ ആ വെള്ളത്തിന്റെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബീൻസ് ഒരു കണ്ടെയ്നറിലേക്ക് അവർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ട്രേയിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അഥവാ ഏതെങ്കിലും സ്പിൽ ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്ത് അവരത് കണ്ടെയ്നറിലേക്ക് ഇടും. പ്രീവിയസ് കേസിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് പോലും പുറത്ത് വീഴാണ്ട് നോക്കണം എന്നുള്ള രീതിയിലായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവരിലൊരു ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. അങ്ങനെ എന്തെങ്കിലും അത് അങ്ങനെ എടുത്ത് കമഴ്ത്തോ ഒന്നുമല്ല ചെയ്യുന്നത്. അവർ വളരെ ഡിസിപ്ലിനോട് കൂടി അത് ചെയ്യാൻ നോക്കും. കാരണം അത് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അവർ കാണുന്നത്. നല്ല രീതിയിൽ അത് ഫില്ല് ചെയ്യുക, ഒന്നും പുറത്തു പോകാതെ എന്നുള്ള രീതിയിൽ. ഇനി അഥവാ പോയാലും ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, അതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതെടുത്ത് കണ്ടെയ്നറിലേക്ക് ഇടുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ട്രേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പലതും അവരുടെ കോൺഫിഡൻസിനെ, അവരുടെ സെൽഫിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ്, ഒബീഡിയൻസ്. ആരാ റെഡി ചെയ്യാം? ഞാൻ തന്നെ വായിക്കട്ടെ. Third stage, obedience. After achieving self-discipline, the child moves to the third stage in the development of will, that is, the power to obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled, intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in an environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and the development of skills for independence through an action. ഓക്കെ, തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. അപ്പോ അവര് തന്നെ അവരുടെ ആക്ഷൻ പറഞ്ഞൊരു എന്തോ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു.
Talk. 94. Third stage. Okay. വൺസ് സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിയുമ്പോൾ, അതായത് അവർ ചെയ്യുന്ന ആക്ഷൻസിന്റെ കൺട്രോൾ അവർക്ക് തന്നെ, ഒരു സെൽഫ് കൺട്രോൾ ആയി കഴിയുമ്പോൾ അവർ തേർഡ് സ്റ്റേജ്, ആ ഒരു പവർ ടു ഒബേ, ഒബീഡിയൻസ് എന്നുള്ള സ്റ്റേജിലേക്ക് അവരെത്തും. കാരണം ഇഷ്ടപ്പെട്ട കാര്യമാണ് കുട്ടിക്ക് ചെയ്യാനുള്ള ഫ്രീഡം, അതാണ് നമ്മൾ ആദ്യം കൊടുത്തത്. അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, അവർക്ക് ഇഷ്ടത്തോടെ അവർ ചെയ്യാം. അപ്പൊ ഡെഫിനറ്റ്ലി അവർ നമ്മളെ ഫോളോ ചെയ്യും, നമ്മളെ കേൾക്കും. അവരിൽ ഒബീഡിയൻസ് ഉണ്ടാവുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നു, പിന്നെ അവർ ഒബേ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസും മെറ്റീരിയൽസും അവർക്ക് കിട്ടി. അവർക്ക് ഇഷ്ടത്തിന് അവർക്ക് പോയി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അവർ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു സ്ലോ പ്രോസസ് ആണ്, കാരണം എപ്പോഴും ആ ഒബീഡിയൻസ് കാണിക്കണമെന്നില്ല, പക്ഷെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വരും. സ്പോണ്ടേനിയസ് ആയിട്ടും ആ ഒരു ലോങ് പ്രോസസ്, അതിന്റെ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ, അങ്ങനെ ഒരു ലോങ് പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ അവരിൽ ഒബീഡിയൻസ് ഹൈലൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും. പിന്നെ ഇന്റലിജന്റുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് നമുക്ക് ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത്. കാരണം കുട്ടിക്ക് ഏത് സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യാം, ഏത് ആക്ഷൻസ് എടുക്കണം, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയെല്ലാം മനസ്സിലാവുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ്. അതിന് കറക്റ്റ് അതുപോലുള്ളൊരു എൻവയോൺമെന്റ് തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് എല്ലാം വരുന്നത്. ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീഡം, അവർക്ക് ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിൽ കുട്ടി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും കുട്ടിയുടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. സ്ലോ പ്രോസസ് ആണെങ്കിലും മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും അത് കൺസിസ്റ്റന്റ് ആകും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. മുഴുവൻ ആരാ വായിക്കുക? 2 paragraphs ഉണ്ട്, റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാം. Development of intelligence. Intelligence is the ability to learn or understand things and deal with new or difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different emotions and act accordingly in different situations. The starting point of intellectual development is the consciousness of difference or distinction in his environment. The child makes understanding through his 5 senses, and he must organize these perception to make a mental order of his environment. To help the development of brilliance is to help put images of conscience in order. So, the basis of intelligence development is the emotional impression that the child gets while he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously, and then it turns to conscious knowledge as he grows. So, at the stage of intelligence development, the child needs refinement of senses, that is, more activities which will improve the impression through the senses. The activities should bring order and system to all the sensorial impressions the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full, varied, and ordered sensorial exercise are the best preparation for the higher life of ability in the child's years to come. സോ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് നമുക്കറിയാം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മളുടെ ഒരു കപ്പാസിറ്റിയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു, ഫ്രീഡം കൊടുത്തു, എൻവിയോൺമെന്റ് അങ്ങനത്തെ ആയിരുന്നു, അവിടെ ഒരു സ്പേസ് കൊടുത്തു, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇഷ്ടമുള്ളതാകുമ്പോൾ കുട്ടി തന്നെത്താനെ ഇരുന്ന് ചെയ്യും, കുട്ടിയുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും കൂടുന്നു, സെൽഫ് ഡിസിപ്ലിൻ തന്നെ ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒബീഡിയൻസും തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടി തന്നെയാ ചെയ്യുന്നത്, വേറൊരാള് ഫോഴ്സ്ഫുള്ളി കുട്ടികളൊന്നും അടിച്ചേൽപ്പിക്കില്ല.
അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കേപ്പബിലിറ്റി കൂടുകയാണ്. എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആ കൺട്രോൾ ഓഫ് എറർ അവർ തന്നെയാണ് ചെയ്യുന്നത്. വെയിറ്റ് ഉള്ളതാണെങ്കിലും അവർ തന്നെ 2 കൈകൾ യൂസ് ചെയ്തിട്ട് വെയിറ്റ് അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഏതൊരു സിറ്റുവേഷൻ പുതിയതാണെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് പഠിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ തന്നെത്താനെ എല്ലാം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട്. എൻവിയോൺമെന്റ് കറക്റ്റ് അതിന് മനസ്സിലാവുന്നു. അങ്ങനെ പല കാര്യങ്ങളും ആ എൻവിയോൺമെന്റിൽ കുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും, ആ അനോട്ടേഷൻസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ്, നോട്ട്സ് എല്ലാം മനസ്സിലാക്കി കോർഡിനേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആക്ട് ചെയ്യും. കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസ് കണ്ടെയ്നറിലേക്ക് കൊടുക്കേണ്ടത്, കുട്ടിക്കറിയാം ബീൻസ് ഇടുമ്പോൾ ചിലപ്പോ സ്പിൽ ഔട്ട് ആയി പോകും. സോ ട്രേ പ്രൊവൈഡ് ചെയ്തിരുന്നു, അപ്പൊ അവൻ അത് തന്നെ ഫോളോ ചെയ്യും. ആ ട്രേ തന്നെ വെച്ചിട്ട് നോക്കും, സ്പിൽ ഔട്ട് ആകാതിരിക്കാൻ ശ്രദ്ധിക്കും. അതൊക്കെ അവന്റെ ആ ഒരു ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം വരുന്നത്. ഇങ്ങനെ ചെയ്യുക എൻവിയോൺമെന്റിൽ ആയതുകൊണ്ടാണ് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും എന്തൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണെങ്കിലും മനസ്സിലാക്കി ചെയ്യും. അപ്പൊ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുവാണ്. അതേസമയം നമ്മളെല്ലാം ഒരു സ്പൂൺ ഫീഡിങ് പോലെ എല്ലാം അങ്ങനെ കൊടുക്കുമ്പോഴേക്കും അവരുടെ കപ്പാസിറ്റി യൂസ് ചെയ്യാതിരിക്കും. അത് അങ്ങ് അറസ്റ്റ് ചെയ്യപ്പെടുക. ചെയ്യുന്നതെല്ലാം വേറൊരാളാണല്ലോ, കുട്ടി തന്നെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ കപ്പാസിറ്റി അവിടെ പുറത്തേക്ക് വരാനായിട്ട് ഉള്ള ചാൻസ് ഇല്ല. പിന്നെ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും അവന്റെ ഒരു പെർസെപ്ഷൻ, കാണുന്നതും എല്ലാം ആ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പൊ എൻവയോൺമെന്റിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഒരു ഓർഡർ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ, ഒരു മെന്റൽ ഓർഡർ കുട്ടിയുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇന്റലിജൻസിന്റെ ബേസിസ് എന്ന് പറയുന്നത്, ഇന്റലിജൻസ് ഡെവലപ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇംപ്രഷൻ തന്നെയാണ്. അത് എൻവിയോൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഒരു റൂമിൽ അടച്ചുപൂട്ടിരുന്ന കുട്ടിക്ക് ഒരിക്കലും ആ ഒരു ഇന്റലിജൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രസീവ് ആയിട്ട് വരില്ല. അതേസമയം ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസ് അധികവും ഉള്ള ഒരു എൻവിയോൺമെന്റ് ആണെങ്കിൽ കുട്ടിക്ക് അതിനുള്ള ചാൻസസ് കൂടുതൽ, അവൻ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതുവഴി അവന്റെ ഐഡിയാസ് പലതും വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ അവന്റെ ആ ഇന്റലിജൻസ് ഡെവലപ്പ് ആക്കാൻ തോന്നും. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ്ലി ആണ്. നമുക്കറിയാം മെമ്മറി 3 വയസ്സ് വരെ ആ ഒരു ഓർമ്മയൊന്നുമില്ല. അൺകോൺഷ്യസ്ലി ആണ് പല ഇംപ്രഷൻസും കുട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ വലുതാകും തോറും അത് കോൺഷ്യസ് ആകുന്നു. ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ കിട്ടുന്ന നോളജ് എല്ലാം അങ്ങനെ മനസ്സിൽ പതിയും. അങ്ങനെ ആ കുട്ടിയുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഇന്റലിജൻസ് കൂടുതൽ ഇംപ്രൂവ് ആകാനും ഇങ്ങനെയുള്ള ഇംപ്രഷൻസ് ത്രൂ സെൻസസ് അത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടും. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി സെൻസോറിയൽ മെറ്റീരിയൽ വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു മെറ്റീരിയൽസ് ചെയ്ത് കൊടുത്ത് ആക്ടിവിറ്റി ചെയ്യിക്കുക എന്നുള്ളതല്ല, കുട്ടിയുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കുട്ടിയുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്യണം. അത് ഉദ്ദേശിച്ചാണ് അവർ സയന്റിഫിക് ആയിട്ട് ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പല ഡയമെൻഷൻസും, അത് ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആണെങ്കിലും കളർ, ടെക്സ്ചർ, വെയിറ്റ്, സൈസ്. ഇപ്പൊ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് അല്ലെ. സെൻസോറിയൽ ഏരിയ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നിറയെ മെറ്റീരിയൽസ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും മനസ്സിലാക്കാനായിട്ട്, ഈ ഡയമെൻഷൻസ് എല്ലാം മനസ്സിലാക്കാനും അത് സെൻസസ് യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. അതെല്ലാം ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അതെല്ലാം കുട്ടിയുടെ മനസ്സിൽ ഇംപ്രഷൻസ് ആയിട്ട് പതിയും. ഓക്കെ, സോ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ പറഞ്ഞു, നമ്മളൊരു മെറ്റീരിയൽ കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് ഫണ്ടമെന്റൽ ലെസൺസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ, ഒരു ഡെമോ കൊടുക്കും, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് കണ്ട് കുട്ടി തന്നെത്താനെ ചെയ്യാൻ തുടങ്ങും. കൺട്രോൾ ഓഫ് എറർ തന്നെ പരിഹരിക്കും. പിന്നെ അതിൽ നിന്നും പല കാര്യങ്ങൾ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി അങ്ങനെ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ കുട്ടി പിന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഒരു ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കുട്ടികൾ ആ ടോയ്സ് ആദ്യം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ടോയ്സിനെ അവർ വേറെ പല രീതിയിലുമാക്കി. അങ്ങനെ അവരുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിന്ന് അവർ പല കാര്യങ്ങൾ ചെയ്യും. സോ നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് ഫസ്റ്റ് ഒരു ടുവേഴ്സ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ വരെ ഒന്ന് റീഡ് ചെയ്യാമോ?
Now I can. According to Maria Montessori, these are inborn powers in the child, which develops as his mental abilities are developed through his experiences as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing processes necessary for creative endeavors. She believed that she believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. To be creative, it is important to foster three qualities: power of attention and concentration, autonomy and independence of judgment, which will provide freedom and ability to make his own decision and opens to truth and reality. The child should be exposed to reality. Imagination power is of great use for the world because it generates practical applications. It is the process of forming mental images of objects in the absence of concrete stimuli. It is the mental ability to reflect the images of memory. It is the mental ability to create original images and concepts by connecting to the products of past experience. Montessori did not like the children being exposed to fantasies, as she believed fantasies are unreal, aimless, ethereal, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. സോ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിരുന്നു, അതായത് റിയാലിറ്റിയുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യണം. ഫാന്റസി, റിയൽ അല്ലാത്ത പല കാര്യങ്ങളും, റിയൽ എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാതെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഫാന്റസിയുമായിട്ട് ഒട്ടും കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മളുടെ ചെറുപ്പത്തില് നമ്മൾ ഒത്തിരി സ്റ്റോറീസ്, ഫാന്റസി അങ്ങനെയുള്ള സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, വായിച്ചിട്ടുണ്ട്. അന്നത്രയും ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ കേൾക്കാനും അത് റീഡ് ചെയ്യാനും, ചിലപ്പോൾ ടി വിയിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അത്രേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ഫാന്റസി ഏറെയാണ്, യുഗമാണ്. ഫാന്റസി റിയൽ ഏതാണോ അൺറിയൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യുഗം അല്ലെ. കുറെ ടെക്നോളജി അത്രയും ഡെവലപ്പായി പല രീതിയിൽ നമ്മൾ ഹെൽപ്ഫുൾ ഒക്കെ തന്നെയാണ്. എനിക്കൊരു കോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു PPT പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യത്തെ പ്രസന്റേഷൻ കഴിഞ്ഞു, അപ്പോഴും രണ്ടാമത്തതിന് വേണ്ടിയിട്ട് ഞാൻ PPT പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ChatGPT ടോപ്പിക് കൊടുത്തിട്ട് എനിക്ക് ഇതുപോലെ ഒരു പ്രസന്റേഷൻ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് വീക്ക് PPT വേണമെന്ന് പറഞ്ഞു. കിട്ടിയ PPT എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ തന്നെ മൈക്രോസോഫ്റ്റിൽ PPT ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു, AI ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് PPT പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, നമ്മള് നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്താൽ മാത്രമാണ് അത് തിരിച്ച് ഭംഗിയുള്ള ആൻസർ തരുള്ളൂ എന്ന്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ചുമ്മാ ടോപ്പിക് കൊടുത്തിട്ട് പ്രിപ്പയർ ആയ PPT പറഞ്ഞു കൊടുത്തു. എനിക്ക് കിട്ടിയതിന് ഒരു ലൈഫ് ഇല്ലാത്തൊരു PPT, പിന്നെ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ ചോദ്യം അതുപോലെ പോളിഷ്ഡ് ആക്കിയിട്ട് ഭയങ്കര രസകരമായ രീതിയിലൊക്കെ ചോദ്യം കൊടുത്തു. പക്ഷെ എന്നിട്ട് കിട്ടിയതും എനിക്ക് ഇഷ്ടമായില്ല. ഇനി ചോദ്യത്തിന്റെ പ്രശ്നമാണോ എന്തോ. ഇനിയും അതിരുന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യണം നാളെ പ്രസന്റേഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതില്ലേ, എന്റെ പേര് നോവല് എഴുതിയിട്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് റെക്കോർഡിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നോവൽ എഴുതുന്നില്ലേ. അപ്പൊ ഞാൻ എന്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ നോവൽ അതിൽ ടൈപ്പ് ചെയ്തു. ഞാൻ ഫുള്ളായിട്ട് ഞാൻ എഴുതി.
മിസ്റ്റേക്സ് നോവൽ ആദ്യമായിട്ട് എഴുതുന്നില്ല, അപ്പൊ മിസ്റ്റേക്സ് ഉണ്ടാവുക എന്നുള്ള രീതി. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഇമാജിനേഷൻ പിക്ചറാണ് വേണ്ടത്. അപ്പൊ ഞാൻ അത് ആ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ നോവൽ മൊത്തം അതിലടിച്ചു കൊടുത്തു. എന്നിട്ട് എന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു, സെയിം പിക്ചർ തന്നെ അതിൽ വന്നു. ഒരു 5-8 പിക്ചറോളം വന്നു അതിന് കറക്റ്റ് ആയിട്ടുള്ള. അത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാല് കഫേ കൊണ്ടുപോയിട്ട് പ്രിന്റ് ഔട്ട് എടുത്തു. അത് കറക്റ്റ് അങ്ങനെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത് പ്രസന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ട്രൈ സബ്ജക്റ്റും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ട്രൈ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ടോപ്പിക് ഇതായിരുന്നു, +2 സ്റ്റുഡൻസിന് പറ്റിയ ഒരു കരിയർ, അതിന് പറ്റിയൊരു കോഴ്സ് സെലക്ട് ചെയ്യും. അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ. അപ്പൊ എന്റെ മനസ്സിൽ ഡേറ്റാ സയൻസ് ഉണ്ട്. ഡേറ്റാ സയൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തൊരു ടോപ്പിക്. കാരണം മോണ്ടിസോറി എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ മോണ്ടിസോറിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏജിലും എടുക്കുവാണല്ലോ. +2 കഴിഞ്ഞ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഓപ്പണിങ്സ് അല്ലേ. അവിടെ പോയി നമുക്ക് അത് മാത്രമല്ല ഒരു മോണ്ടിസോറി ബാച്ചിലൊരു ട്രെയിനിയും ആ ഒരു കോഴ്സിന് ഉണ്ട്, അതിന് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയും എടുത്തിരിക്കുന്നത് മോണ്ടിസോറി. അപ്പൊ അത് കാരണം ഞാൻ അത് മോണ്ടിസോറി എടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. നമുക്ക് പരിചയവും നമ്മുടെ ഒരു സ്റ്റുഡന്റും കൂടിയല്ലേ, അത് കാരണം ആളെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡേറ്റാ സയൻസ് എടുത്തത്. എനിക്ക് സബ്ജക്ട് ഇതിൽ ഡ്രൈ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ അതിന്റെ ഒരു അതിൽ നോളജ് ഉള്ളവരാണ് ഡേറ്റാ സയൻസ് എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് അത്ര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇനി ഇരുന്ന് അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തപ്പോഴുണ്ടായ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇപ്പൊ രശ്മിന് പറഞ്ഞതുപോലെ മനസ്സിലുണ്ടായ പിക്ചർ തന്നെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് അതിന് ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴാണ് കിട്ടുന്ന ഔട്ട്കം നല്ലത് വരുന്നത്. ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറി എന്ന് പറയുന്നത് ഫാന്റസിയിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കുന്നത്. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തില് വായിച്ചിട്ടുള്ള ഒന്നാണ് ആലിസ് ഇൻ വണ്ടർലാൻഡ്, പിന്നെ സിൻഡ്രല്ല, സ്നോ വൈറ്റ് ഒക്കെ വായിച്ചിട്ടുണ്ട്, മൗഗ്ലി ഒക്കെ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആലിസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ വായിക്കുമ്പോ നമ്മളും ഇങ്ങനെ ആലീസ് പോകുന്ന വഴിയിലൂടെ പോയി അതേ ആ ഒരു വണ്ടർലാൻഡിൽ ചേരുന്ന പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരുമായിരുന്നു. നമ്മൾ അതിൽ തന്നെ ജീവിച്ചു പോകുന്നില്ല. കാരണം നമ്മുടെ ലൈഫ്, നമ്മുടെ എൻവയോൺമെന്റ്, പാരന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം നമ്മൾ ആ ഫാന്റസി വേൾഡിലേക്ക് പോവാത്തത്. ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ ക്ലാസ്സിലൊരു ട്രെയിനി പറഞ്ഞതാ, ഈ ഡോക്ടർ മോണ്ടിസോറി ഇറ്റലിക്കാരിയാണല്ലോ, ഇറ്റലി എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പാരന്റ്സ് ഈ കുട്ടികളങ്ങ് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ കൂടുതൽ സമയം കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ടായിരിക്കാം കുട്ടികൾ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് കണക്റ്റഡ് ആണ് പലപ്പോഴും. ഫാമിലി മെമ്പേഴ്സും പാരന്റ്സും കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല കണക്റ്റഡ് ആണ്. അപ്പൊ ഈ അങ്ങനെ ഒരു അവസ്ഥയുള്ളത് അതുകൊണ്ടായിരിക്കാം അവിടെ കുട്ടികളെ കൂടുതൽ ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. കാരണം അവരെ മോസ്റ്റ് ഓഫ് ദ ടൈം അവരെ അലോൺ ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഡോക്ടർ മോണ്ടിസോറി അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞു. എനിവേ ഫാന്റസിയുമായിട്ട് അവരെ നേരത്തെ സെപ്പറേറ്റ് കിടത്തൊക്കെ ചെയ്യൂലോ. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോ തന്നെ അവര് വേറെ റൂമിലേക്ക് ആക്കും. നമ്മളും ഒരു 10, 12, 14 നമ്മൾ മാറ്റൂലല്ലോ. ഒരു റൂം നമ്മൾ അലോ ചെയ്യില്ലല്ലോ കുട്ടിക്ക്. അതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഓരോരുത്തയ്ക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ തന്നെയല്ലേ പോകുന്നത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറയുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ ഈ ഫാന്റസിയിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയി പോയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അൺറിയൽ ആയിട്ടുള്ള ഒന്നും വേണ്ട, റിയാലിറ്റിയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അപ്പൊ കുട്ടികൾ പലപ്പോഴും ആക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ട് അവരുടേതായ കുറെ പെർസെപ്ഷൻസ്, അവരുടെ ഒരു വ്യൂ, ഓരോരുത്തരും അവരുടെ കണ്ണിൽ കൂടിയാണല്ലോ പലതും കാണുന്നത്. അപ്പൊ ഓരോന്ന് കാണുമ്പോഴും ഇവരുടെ ഉള്ളിൽ അതിന്റെ ഒരു ഇമേജ്, ഒരു പെർസെപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മനസ്സിലുള്ള ഈ ഒരു ഇമേജ്, ഈ പെർസെപ്ഷൻ വെച്ചിട്ടായിരിക്കും കുട്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യും. മോണ്ടിസോറി എൻവിയോൺമെന്റിന്റെ പ്രത്യേകത അതാണല്ലോ, ആ എൻവിയോൺമെന്റുമായിട്ട് കുട്ടികൾ കൂടുതലായിട്ട് കണക്ട് ചെയ്യും. ആ എൻവിയോൺമെന്റോ വളരെ റിയൽ ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ തന്നെ ഹാർമോണിയസ് ആണ്. പിന്നെ ക്രിയേറ്റീവ് ആകാനായിട്ട് കുട്ടികളുടെ 3 ക്വാളിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഫോസ്റ്റർ ചെയ്യേണ്ടത്. പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. Autonomy and independence of judgment. Power of attention, concentration, autonomy and independence of judgment. അത് ഈ 3 ക്വാളിറ്റീസ് ആണ് ഇവരുടെ ഡെവലപ്പ് ചെയ്യേണ്ടത്.
നമ്മളൊരു കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ പവർ ഓഫ് അറ്റൻഷനും കോൺസെൻട്രേഷനും ഉണ്ടാവണമെങ്കിൽ കുട്ടി ചെയ്യുന്ന കാര്യം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കണുള്ളൂ. ഇല്ലാത്ത കാര്യത്തിൽ ഈ പവർ ഓഫ് അറ്റൻഷനും കോൺസെൻട്രേഷനും ലോ ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, ആ തന്നെത്താനെ കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനുമുള്ള ആ ഒരു പവർ അതും കൂടെ വേണം. അപ്പോഴാണ് ഇവർക്ക് അവരുടെ ഓൺ ഡിസിഷൻസും ഡിസിഷൻ മേക്കിംഗ്, അതാണ് ഓൺ ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്ട് ആകാനും പറ്റും. കുട്ടികളെ ആദ്യമേ തന്നെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് ഈ അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇതുപോലെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഈ 3 ക്വാളിറ്റീസ് കൂടെ. അതേസമയം അവർ കൂടുതലും അൺറിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് അത്ര ഇംപ്രൂവ് ആവില്ല. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ മോണ്ടിസോറി സെയ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ABCD GH വരെ അത് ഒന്ന് റീഡ് ചെയ്തോളൂ. അതായത് ഈ പവർ ഓഫ് അറ്റൻഷൻ, ഇമാജിനേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് പറയുന്നുണ്ട്. ഞാൻ വായിക്കട്ടെ മാം. To develop child's imagination, he should be provided with a lot of experience with real things. B. Concentrate manipulation with the concrete objects. C. Read real stories to children. D. Freedom. E. Chances to connect with nature. F. Sensorial education as indirect preparation for later learning through imagination and abstraction. G. Truth and reality. H. Cosmic access to the cultural subject responds to the child's need for knowledge and truth. Okay, miss. Okay. ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഇമാജിനേഷൻ അത് ത്രൂ സെൻസസ്, ആ ഒരു ബേസിസിൽ മാത്രമാണ് ഇമാജിനേഷൻ വരുള്ളൂ. അതായത് നമുക്ക് തൊട്ട് നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും എല്ലാം അത് വെച്ചിട്ടാണ് ഇവരുടെ ഇമാജിനേഷൻ. ഓ, ഇതിങ്ങനെയാണ്. വൺസ് ഒരു പുളി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കൊച്ചു കുഞ്ഞിന് പുളി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് അവർക്കറിയാം, അവരുടെ മനസ്സിലതുണ്ട്, പുളിയുള്ളതാണ്, ആ ഒരു ടേസ്റ്റ് ആണ്. പുളിയാണെന്നൊന്നും പറയാൻ അറിയില്ലെങ്കിലും അതിന്റെ ടേസ്റ്റ് ബഡ്സിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുണ്ട്. നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ, ചില ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ഫുഡ് ആണെങ്കിൽ ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് നാവിലുണ്ടെന്ന്. അത് നമ്മുടെ ആ ഒരു കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ കുട്ടികളിലും അവർക്ക് ഓരോന്നും അവർക്ക് സെൻസസിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തിന്റെ ആണെങ്കിലും ഡീറ്റെയിൽസ് മനസ്സിലാകുന്നത് ഈ ഒരു സെൻസറി എഡ്യൂക്കേഷൻ ആണ്. അല്ലാതെ ഒരു പേപ്പർ വായിച്ച് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കുറെ കാര്യങ്ങൾ വായിച്ച് നോട്ട്ബുക്കിൽ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ വെച്ചിട്ടല്ല എഡ്യൂക്കേഷൻ എന്നുള്ളത്. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ത്രൂ ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ് ആണ് വേണ്ടത്. എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെൻസസ് ആണ്. സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആ സെൻസറി എഡ്യൂക്കേഷൻ. ഇങ്ങനെ ഇമാജിനേഷനും പവർ ഓഫ് ഇമാജിനേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അവർക്ക് റിയൽ തിങ്സുമായിട്ടുള്ള ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻസസ് അതാണ് പ്രൊവൈഡ് ചെയ്യാൻ. ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് റിയൽ തിങ്സ്. വെള്ളത്തിന്റെ ചൂട് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് തെർമിക് ടാബ്ലറ്റ്സ് ഉണ്ട് അല്ലെ? തെർമിക് ടാബ്ലറ്റ്സ് പല ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. പലതിന്റെയും ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അവർ മനസ്സിലാക്കുന്നത് തൊട്ട് നോക്കി തന്നെയാണ്. പിന്നെ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, ടാഞ്ചിബിൾ ആയിട്ടുള്ളത്, കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള, അല്ലാണ്ട് മനസ്സിൽ വിചാരിക്കുക ഇത് അതാണെന്ന് ആ രീതിയിൽ അസ്യൂം ചെയ്ത് അബ്സ്ട്രാക്ട് ഐഡിയാസ് വെച്ചിട്ടൊന്നും അവർക്കറിയില്ല. സോ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആണ് ഇവർക്ക്. ഈ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിലെ മെറ്റീരിയൽസ് എല്ലാം തന്നെ സെൻസറി എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഐഡിയ കിട്ടും. പിന്നെ റിയൽ സ്റ്റോറീസ്, റിയൽ ഹീറോസിന്റെ സ്റ്റോറീസ്, ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫാന്റസി ആയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കരുതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാം. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ചാൻസസ് കിട്ടുമ്പോഴെല്ലാം അത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ, അതൊരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ തന്നെയാണ്. ലാറ്റർ
പിന്നീട് അവർ പോകുന്ന ട്രഡീഷണൽ സ്കൂളിലേക്കായിരിക്കും. പക്ഷെ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ് ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ട്രഡീഷണൽ മെത്തേഡിലേക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്, ഇമാജിനേഷൻ ആണ്, അസ്യൂം ചെയ്തിട്ടാണ് അവർ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് അതിലേക്കുള്ള ഒരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷനും കൂടിയാണ് ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രൂത്ത് ആൻഡ് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. കോസ്മിക് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ആക്സസ്. പല കൾച്ചറൽ സബ്ജക്ട് റെസ്പോണ്ട് ടു ദ ചൈൽഡ്സ് നീഡ് ഫോർ നോളജ് ആൻഡ് ട്രൂത്ത്. കുട്ടികളുടെ അറിവും ഒക്കെ അവരുടെ കൂട്ടാനായിട്ട് അവരെ വൈഡ് ആയിട്ടുള്ള ആക്സസ്, കൾച്ചറൽ ആയിട്ടുള്ള പല സബ്ജക്റ്റുമായിട്ടും, ആർട്ട് ആവാം, ഡാൻസ്, മ്യൂസിക്, എന്താ പറയാ, മണ്ണുമായിട്ടുള്ള കണക്ഷൻ, അങ്ങനെ പല ബയോളജിക്കൽ, അതിൽ തന്നെ പ്ലാന്റ്സും അനിമൽസും അങ്ങനെയുള്ള പലതുമായിട്ടുള്ള വൈഡ് ആക്സസ് അവർക്ക് കോസ്മിക് എന്ന് പറഞ്ഞാൽ വൈഡ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക. ലിമിറ്റഡ് ആക്കരുത് കുട്ടികളുടെ സാധ്യതകൾ, അതങ്ങ് വൈഡ് ആക്കുക, കോസ്മിക് ആക്കുക. ഈ ഒരു പ്രോസസ്സിൽ ഇതിങ്ങനെ ചെയ്യിക്കുമ്പോൾ കുട്ടി 5 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു പ്രോസസ്സ് അത് ഓരോന്നായിട്ട് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ആ 5 സ്റ്റേജും വായിക്കും. താഴെ നമുക്ക് അതിന്റെ ഒരു ടേബിളും വരുന്നുണ്ട്. ടേബിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 5 സ്റ്റേജസ് ആയിട്ട് താഴെ പറയുന്നുണ്ട്. യെസ് പ്ലീസ്. ആരാ റീഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? യെസ്, The child will go through 5 stages in the process. The first stage is when the child is absorbing the surroundings. He takes in all that is around him and it becomes a part of him. Second stage is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentations must be clear and consistent and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which he discovers new things. Fourth stage is when the child is using his imagination and he makes connections between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, നെറ്റ് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 5 സ്റ്റേജസിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം, കുട്ടികളെ ചുറ്റും കാണുന്നതെല്ലാം നല്ല പോലെ ശ്രദ്ധിക്കും, അവർ അബ്സോർബ് ചെയ്യും. അവരുടെ മൈൻഡ് അബ്സോർബൻ മൈൻഡ് ആണെന്ന് പറഞ്ഞു. അതെല്ലാം അവന്റെ ഒരു ഭാഗമാക്കി മാറ്റും. ആ രീതിയിൽ ശ്രദ്ധിക്കും. സെക്കൻഡ് സ്റ്റേജ്, ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മൾ ശരിക്കും ലേണിംഗ് പ്രോസസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷനെ അനലൈസ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ല, ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ നോളജ് ആക്കി വെക്കും. അതുപോലെ തന്നെ കുട്ടികൾ അവരെല്ലാം അങ്ങ് എടുക്കും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും. പിന്നെ ആ ഇൻഫർമേഷൻ ഒരു ഓർഡർ ആക്കും. കുട്ടി വീട്ടിലാണ്, സ്കൂളിൽ പോയൊന്നും പ്രായമായിട്ടില്ല. അപ്പൊ കുട്ടിക്ക് അറിയാം മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ അമ്മ എന്തൊക്കെ ചെയ്തു തരും. വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ പപ്പയുണ്ടെങ്കിൽ പപ്പ ജോലിക്ക് പോകും, സ്കൂട്ടറിലാണ് പോകുന്നെങ്കിൽ അങ്ങനെ പോകും. ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് സ്കൂളിൽ പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കുട്ടികൾ വരുന്ന ഒരു സമയം അറിയാം. കണ്ടിട്ടില്ലേ, കുട്ടികൾ ഇങ്ങനെ ഉറങ്ങുന്ന ടൈം അതിനനുസരിച്ച് മാറുന്നത്. അവർ ഉറങ്ങാതെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ പപ്പയുടെ സ്കൂട്ടറിന്റെ ശബ്ദം അകലേന്ന് കേൾക്കുമ്പോൾ ഓടി വന്ന് ഫ്രണ്ടിൽ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവര് ചുറ്റും കാണുന്ന കാര്യങ്ങൾ മുഴുവനും അവർ അബ്സോർബ് ചെയ്ത് അതിനെ അവർ അനലൈസ് ചെയ്ത് വെക്കും. അതിന് അവർക്കൊരു ഓർഡർ ആക്കുവാണ്. ഇതിപ്പോ സംഭവിക്കും, ഇത് കഴിയുമ്പോൾ അടുത്തതായിരിക്കും. ആ രീതിയിൽ അവർക്കൊരു ഓർഡർ കിട്ടും. അങ്ങനെ ഒരു ഐഡിയ. ഇത് തന്നെയാണ് നമ്മളൊരു ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിക്ക് ആദ്യമേ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കും. നമ്മളുടെ പ്രസന്റേഷൻ നല്ല ക്ലിയർ ആയിരിക്കണം. കാരണം അത് കുട്ടി അബ്സോർബ് ചെയ്ത്
അതിങ്ങനെ ഓർഡറിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷൻ അത്ര ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അപ്പൊ വൺസ് ആദ്യമായിട്ട് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു, അങ്ങനെ ആ ഐഡിയയുമായിട്ട് ഫെമിലറൈസ് ആയി പ്രാക്ടീസ് ചെയ്ത് ഫെമിലറൈസ് ആകുന്നു. അങ്ങനെ അവൻ റിപ്പീറ്റ് ചെയ്ത് അതിനെ പുതിയ ഡിസ്കവറികൾ നടത്തുക, മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു അല്ലെ, പുതിയ ഡിസ്കവറീസിലേക്ക് പോകും. അതേസമയം ഇനീഷ്യലിയെ നമ്മൾ കൊടുത്ത ഡെമോ, ആ ഫണ്ടമെന്റൽ ക്ലാസ് ശരിയായ രീതിയിൽ കുട്ടിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേജിലേക്കൊക്കെ എത്താൻ പാടായിരിക്കും, ക്ലാരിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഇനി വരുന്നുണ്ട് ഒരു മോണ്ടിസോറി മെറ്റീരിയല് കുട്ടികൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും. പ്രസന്റ് ചെയ്യാതെ നമ്മൾ ഡെമോ കൊടുക്കും അല്ലെ, എന്നിട്ടാണ് കുട്ടികൾ ചെയ്യാൻ തുടങ്ങുന്നത്. സിമ്പിൾ ആയിരിക്കണം, ബ്രീഫ് ചെയ്യണം, എന്തിനെ കുറിച്ചാണോ പറയണ്ടേ അത് മാത്രം. വലിയ കഥയൊന്നും കേൾക്കാനുള്ള സമയം ഒന്നും കുട്ടികൾക്കില്ല, പ്രായമല്ലല്ലോ അവർക്ക് വലിയ ലെക്ചർ ക്ലാസ് കേൾക്കാനുള്ള. അപ്പൊ നമ്മൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, എന്താണോ നമ്മൾ അവർക്ക് ഡെമോ കൊടുക്കുന്നത് അതിനെ കുറിച്ച്. അതാണ് ഈ പറഞ്ഞത്. 4th സ്റ്റേജ് അവന് കറക്റ്റ് ഐഡിയ ഒക്കെ കിട്ടി. 4th സ്റ്റേജിൽ അവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അവന്റെ ഇമാജിനേഷൻ ആ മെറ്റീരിയൽസും സറൗണ്ടിങ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അവന്റെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി വർക്ക്ഔട്ട് ആവും. 5th സ്റ്റേജിലാണ് ക്രിയേറ്റീവ്, ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് പല രീതിയിലും ആക്ടിവിറ്റി വരും. ഈ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ എൻകറേജ് ചെയ്യിക്കാനായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യാം, സർട്ടൺ ഏരിയാസ്. അതാണ് നെക്സ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫാണ് ഡെവലപ്മെന്റ് എന്നുള്ള അതിലെ ലോസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്നത്. അതിനുശേഷം ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചിട്ട് വരാം. ഈ ക്ലാസ്സിൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേജസിനെ അഗെയിൻ 2 പീരീഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 4 പീരീഡ് 2 സ്റ്റേജിൽ കൂടെ വരുന്നുണ്ട്. ഓരോ പീരീഡ് ആയിട്ട് ക്ലാസ്സിൽ എടുക്കണമെങ്കിൽ ഓരോ പീരീഡ് ആയിട്ട് ക്ലാസ് ലീഡ് ചെയ്യാം. അതിന് ഫസ്റ്റ് പീരീഡ് 0 to 6 years അത് ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തില് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറയുന്നത് 0 to 6 years കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ്. പിന്നെ സെക്കൻഡ് പീരീഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള രീതിയിലുണ്ട്. ബാക്കിയുള്ളതിലൊന്നും 0 to 6 year എന്നുള്ള പീരീഡിൽ ഡോക്ടർ മോണ്ടിസോറിക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റി. അവർ അത്രയും അനാലിസിസും റിസർച്ചും ഒക്കെ ചെയ്തു. ബാക്കി ഏജ് കൂടുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് കാര്യമായ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും അവർക്ക് പറ്റിയ പോലെയുള്ള അവരുടെ ഒബ്സർവേഷൻസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, വായിച്ചിട്ട് വരൂ. നമുക്ക് നെക്സ്റ്റ് എന്നിട്ട് എടുക്കാൻ ഇഷ്ടമുള്ളവർ ക്ലാസ് എടുത്തോളൂ, നല്ല രസമായിരിക്കും. കണക്ട് ചെയ്യാം, എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ടേബിൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. 1:30 ക്ലാസ്സിൽ കയറുന്നത് കൊണ്ടാണ് ടേബിളും കൂടെ പറഞ്ഞ് നിർത്തോളായിരുന്നു. ഓക്കെ, വൈവ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യുക. കൺഫ്യൂസ്ഡ് ആയിട്ട് വൈവ പോയി അറ്റൻഡ് ചെയ്യരുത്. ബിക്കോസ് ആ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ്, തിയറിയിലെ മാർക്കിനെ അല്ല ശരിക്കും ബേസ് ചെയ്യുന്നത്. ഓക്കെ, have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.